എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ മണിസാറുണ്ട്, മുസ്തഫ സാറുണ്ട്, പിന്നെ ആരതി ഉണ്ട്, ഒരു ഐഫോൺ ഉണ്ട്, ഷീല മാം ഉണ്ട്. ഓക്കെ, എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി കണ്ടില്ല കാണാത്തവര് ഒരുപക്ഷെ പലതരത്തിൽ ബിസി ആണെന്ന് അറിയാം. അപ്പോ ഈ ഒരു ക്ലാസ്സിന്റെ സമയത്ത് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, ആരുടെയോ ഒരു മൈക്ക് അൺമ്യൂട്ട് ആണോ എന്ന് മ്യൂട്ട് ചെയ്തേക്കുന്നത്, ശബ്ദം വരുന്നത്. അപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ആരെങ്കിലും എന്നോട് ചോദിക്കുക, എന്റെ ഫ്രണ്ട് എന്നോട് ചോദിക്കുകയാണ്, ഹൗ വാസ് ദ ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, നന്നായിരുന്നു. ഹൗ ഡു യു ഫീൽ? ഐ ആം ഹാപ്പി. സീ, അപ്പൊ ഞാൻ ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും. സ്വാഭാവികമാണ്. ഈസ് ഐ ആം ഹാപ്പി? ഈസ് ഐ ആം ഫൈൻ? ഹൗ ആർ യു ആഫ്റ്റർ ദ ക്ലാസ്? ഹൗ ഡു യു ഫീൽ? ഐ ഫീൽ ഫൈൻ. ഇറ്റ്സ് ഓക്കെ. ഫൈൻ എന്ന് പറയുന്ന വാക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ലൈ എന്നാണ് മെൽ റോബിൻസൺ പറയുന്നത്. ഒരുപക്ഷെ മെൽ റോബിൻസനെ കുറിച്ച് നമ്മൾ മുന്നേയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഒരു 5 സെക്കൻഡ് റൂൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയുണ്ടായിട്ടുണ്ട്. മെൽ റോബിൻസന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെയധികം നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റൂളാണ് ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഈ 5 സെക്കൻഡ് റൂളിൽ എടുക്കുന്ന തീരുമാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്റ്റോപ്പ് സെയിങ് ഐ എം ഫൈൻ. ഇത് പറയുന്ന അവരൊരു എക്സ്പീരിയൻസ് കൂടിയിട്ടാണ്. അവരുടെ എക്സ്പീരിയൻസ് അല്ല, അവരുടെ ഒരു ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇപ്പൊ ജോൺ ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ആ മീറ്റിംഗ് വളരെയധികം ആർഗ്യുമെന്റ്സ് നിറഞ്ഞതായിരുന്നു. പരസ്പരം ഡിസ്കഷൻസ്, പരസ്പരം കുറ്റപ്പെടുത്തൽ ഒക്കെ ഉണ്ടായിട്ട് അവസാനം ഈ ഒരു മീറ്റിംഗില് തീരുമാനങ്ങളൊക്കെ ആയതിനു ശേഷം പരസ്പരം കൈ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ എന്താണ് ഈ ഹാൻഡ് ഷേക്കിങ്? ഈ കൈ കൊടുത്ത് എല്ലാവരുമായിട്ട് ഒന്ന് ചിരിച്ച് പിരിയുന്ന ഒരു സമയത്ത് ആണ് ജോൺ ചിന്തിക്കുന്നത്, ഈസ് ഐ ആം ഓക്കെ. അത് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ജോണിന്റെ ഈ ഓർഗനൈസേഷനിലുള്ള ഒരു സബോർഡിനേറ്റ്, അദ്ദേഹം ഈ മീറ്റിൽ പങ്കെടുക്കേണ്ട വ്യക്തിയല്ല, അദ്ദേഹം ഇത് കഴിഞ്ഞ് വെച്ചിട്ടു ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഈ കടന്ന് പുറത്തേക്ക്, ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അപ്പൊ ജോൺ പറയുന്ന വാക്കാണ്, ഇറ്റ് വാസ് വണ്ടർഫുൾ, ഐ എം ഫൈൻ എന്ന് പറഞ്ഞ് ജോൺ പുറത്തേക്ക് വന്ന് തന്റെ ക്യാബിനിൽ പോയി ഇരിക്കുന്ന സമയത്താണ് ജോൺ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഹൗ ആർ യു എന്നൊരാൾ ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വലിയൊരു കളവ്, യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ഈ കളവിലേക്ക് ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നാണ് മെൽ റോബിൻസൺ പറഞ്ഞത്. അപ്പൊ ജോൺ തന്നോട് ചോദിച്ച ഈ ചോദ്യത്തിനെ കുറിച്ച് ചിന്തിക്കുക, ഐ ആം ഫൈൻ എന്ന് പറയാനുണ്ടായ ഒരു കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരുപക്ഷെ ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാൻ നിങ്ങൾ തിരിച്ചറിയാം. അത് പറയാനുള്ള കരുത്ത് കാണിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയാറ്? ജോൺ പറഞ്ഞത് എന്താണ്? ഈ മീറ്റിംഗിൽ പക്ഷെ ആഫ്റ്റർ ഓൾ ഈ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് കഴിഞ്ഞ് അതിന്റെ പ്രധാനപ്പെട്ട ഹെഡിൽ ഇരിക്കുന്ന വ്യക്തികൾ ഓക്കെ അല്ലെന്ന് ചോദിക്കും, ജോൺ പറയുന്നുണ്ട് ഐ ആം ഫൈൻ. ആക്ച്വലി ഈസ് ഐ ആം ഫൈൻ എന്ന് ജോൺ ചിന്തിക്കുകയാണ്. ഞാൻ ഓക്കെ ആണോ? അല്ല. എന്തുകൊണ്ട് ഞാൻ ഓക്കെ അല്ല എന്ന് പറയാൻ എനിക്ക് സാധിച്ചില്ല? ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഫിയർ ആണ്. ഒരുപക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ഡിസ്കഷനിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം. ആ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ കറക്ഷനിലേക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു മേമ്പൊടി ഇട്ട് നമ്മളോട് പലരും പറയുന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്ന ഒരു പോയിന്റ് പോലെയാണ്. നമ്മൾ അവിടെ ഓക്കെ അല്ലെങ്കിൽ എക്സ്പ്രസ് യുവർ സെൽഫ് വാട്ട് എവർ ഇറ്റ് ഇസ്. നമ്മൾ ഈ ഫൈൻ അല്ല എന്ന് പറയുന്നിടത്ത് എവിടെയാണെന്നറിയാം? നമ്മുടെ തൊട്ട് താഴെ നമുക്ക് കൂടുതൽ ശക്തിയുള്ളവരെടുത്ത്, അവരെടുത്ത് നമ്മൾ എന്ത് പറയും? ഞാൻ ഓക്കെ ആണെന്ന് പറയും. അല്ലാത്ത ഹയർ പൊസിഷനിലുള്ള ആൾക്ക് നമ്മൾ ഓക്കെ ആണെന്ന് പറയും. തൊട്ട് താഴെയുള്ളവരെടുത്ത് ഓക്കെ അല്ല എന്ന് പറയും. ഇത് ജോൺ മനസ്സിലാക്കിയത് ജോണിന്റെ അണ്ടറിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നു. അവിടെ അവർ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ജോൺ എന്താണ് പറയുന്നത്? ഐ എം നോട്ട് ഫൈൻ വിത്ത് യു എന്നല്ല ജോൺ പറയുന്നത്. ജോൺ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ട്? ജോൺ അവിടെ പവർ ഉണ്ട്.
അപ്പൊ പവർ ഇല്ലാത്തടത്താണ് നമ്മൾ പലപ്പോഴും ഈ ഒരു വാക്ക് പറയുന്നത്. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ പവർ ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കാണ് ഐ ആം ഫൈൻ. സീ ദ ഡിഫറൻസ്. ഇത് പലപ്പോഴും നമ്മൾ അങ്ങനെ, നമ്മൾ പവർ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് പറയുന്നില്ല, നമ്മൾ ഫൈൻ എന്ന് പറയുന്നത്. കാരണം ജോണിന്റെ താഴെയുള്ള കുറച്ച് പേര്, ജോൺ മാനേജ് ചെയ്യുന്ന കുറച്ച് പേര് ജോണിന്റെ പവറിന്റെ താഴെയാണ്. അതായത് ജോൺ ആണ് അവർക്ക് മുകളിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെന്തെങ്കിലും മിസ്റ്റേക്കുകളോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, ജോൺ എന്ത് പറയും, ഐ എം നോട്ട് ഫൈൻ വിത്ത് യു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ ഫിയർ. അവരെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പവർ തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഓക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ജോൺ പറയുന്നുണ്ട് ഐ എം ഫൈൻ. പിന്നെ എന്തുകൊണ്ട് തന്റെ മുകളിലിരിക്കുന്ന സബോർഡിനേറ്റ്സിന് തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ട് പോലും ഐ ആം ഫൈൻ എന്ന് പറയാൻ, നോട്ട് ഫൈൻ എന്ന് പറയാൻ ജോണിന് സാധിച്ചില്ല? മെൽ റോബിൻസൺ പറയുന്നത് ഐ ആം ഫൈൻ എന്ന് നിങ്ങൾ ഉള്ളിൽ കളവുകൾ എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ആർ ഹോൾഡഡ് വിത്ത് സം ഫിയർ ഫാക്ടർ എന്നാണ് പറയുന്നത്. നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫിയർ ആണ്. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കുട്ടികൾ പഠന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് കുറഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞത് ബെറ്റർ നെക്സ്റ്റ് ടൈം. ബട്ട് ഇഫ് യു ഫീൽ യു ആർ നോട്ട് ഓക്കെ, കുട്ടി തന്റെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ, നമ്മൾ സൈക്കോളജിയിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും, ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, യു ഹാവ് ടു അക്നോളേജ്. കുട്ടി മാർക്ക് കുറഞ്ഞിട്ടാണ് സ്കൂൾ പരീക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ പരീക്ഷയിൽ നിന്ന് മാർക്കുമായിട്ട് വരുന്നെങ്കിൽ, നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ദാറ്റ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വിജയത്തിൽ ഞാൻ ഹാപ്പി അല്ല, കാരണം വൈ എക്സ്പ്രസ് ഇൻ എ ബെറ്റർ വേ. രണ്ടാമതായിട്ട് മെൽ റോബിൻസൺ പറയുന്നു, ഒന്ന് ഫിയർ ഫാക്ടർ, രണ്ടാമത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓക്കെ എന്ന് പറയാനുള്ള കാരണം. അതായത് കുട്ടി ഒരു മാർക്ക് കൊണ്ടുവരുന്ന സമയത്ത്, കുട്ടി എന്തെങ്കിലും ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഇറ്റ്സ് ഓക്കെ, ഇപ്രാവശ്യം ഇത് പക്ഷെ ബെറ്റർ നെക്സ്റ്റ് ടൈം, ഞാൻ ഇതല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ആ കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, ഈവൻ നിങ്ങളെ പാർട്ട്ണർ ആണെങ്കിൽ പോലും, നിങ്ങളോട് ഒരാൾ പെരുമാറുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക ഇൻ എ ബെറ്റർ വേ. അവിടെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ നീങ്ങൂ എന്ന് പറയും. അപ്പൊ ജോൺ മനസ്സിലാക്കിയത്, ഈ ഒരു മീറ്റിംഗ് ഞാൻ ഹാപ്പി അല്ല, ഐ എം നോട്ട് ഫൈൻ വിത്ത് ദിസ് മീറ്റിംഗ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെയ്തതിന് പലപ്പോഴും അപ്രിസിയേഷൻ കിട്ടാതെ പോവുകയും ചെയ്യാത്തതിന് കുറെ കുറ്റപ്പെടുത്തുകയും കിട്ടിയപ്പോൾ ജോൺ അത് തിരിച്ചറിയായിരുന്നു. ഐ ആം ഫൈൻ. ജോൺ ഉടനെ തന്നെ ആ ഓർഗനൈസേഷന്റെ ഹെഡ് ഓഫ്, അവരുടെ ഹെഡുകൾ എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ജോൺ ഉടനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ഉണ്ടായത്, ഐ ആം നോട്ട് ഫൈൻ വിത്ത് ദിസ് മീറ്റിംഗ്. അവരെല്ലാവരും അന്തം വിട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇവിടെ ജോൺ എക്സ്പ്രസ് ആ സമയത്ത് എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്തില്ല എന്നുള്ളത് ഫിയർ ഫാക്ടർ ആണെങ്കിൽ, പിന്നീട് ജോണിന് അത് പറയാനുള്ള ധൈര്യം കൊടുത്തത് ഈ എക്നോളജ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ പലപ്പോഴും സ്ത്രീകളാണ് ഇത് ഐ ആം ഫൈൻ എന്നൊരു അവസ്ഥയിൽ കൂടെ പലപ്പോഴും കടന്നു പോകുന്നത്. നിങ്ങൾ ശാരീരികമായിട്ട് ഓക്കെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഈവൻ നിങ്ങൾക്ക് അടുക്കളയിൽ കയറിയിട്ട് പോലും ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ ആം ഫൈൻ എന്നല്ല പറയേണ്ടത്. അവിടെ സ്വയം കൂടുതൽ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം എക്സ്പ്രസ് യുവർ ഫീലിംഗ് ഐ എം നോട്ട് ഫൈൻ. ഇനി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ യു ഹാവ് ടു ടെൽ, ഈ ഒരു നിങ്ങൾ ഈ പറഞ്ഞ വാക്കിനോട് ഞാൻ ഹാപ്പി അല്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് യുവർ സെൽഫ്. ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്താണ് എക്നോളജി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവിടെ എക്നോളജ്മെന്റ് എന്ന ഒരു സംഭവം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ബിക്കോസ് യു ഡു നോട്ട് നീഡ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല ആവശ്യം, നിങ്ങൾക്ക് ആക്ഷൻ ആണ് ആവശ്യം. അപ്പൊ ഇവിടെ ജോൺ വ്യക്തമായിട്ട് അവിടെ, കാരണം ലാസ്റ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു ഹാൻഡ് ഷേക്ക് തരുമ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ ആണ്. കാരണം എന്താണ്, എല്ലാം മറന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്യണത്. നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പോലും മറക്കാൻ കഴിയില്ല എന്ന് എക്നോളജ് ചെയ്തതിന് ശേഷം ഐ എം നോട്ട് ഫൈൻ വിത്ത് ദിസ് എന്ന് എക്സ്പ്രസ് ചെയ്യുക ഇൻ എ ബെറ്റർ വേ. അത് തിരിച്ചറിഞ്ഞ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾ ഫീൽ ഓക്കെ അല്ലാത്ത സമയത്ത് നിങ്ങൾ അത് അക്നോളജ് ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും എങ്ങനെ അത് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിക്കണം എന്ന് മനസ്സിലാക്കിയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഹോട്ടലിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഈ ഫുഡ് അത്ര നന്നായി തോന്നിയില്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാനായിട്ട് കുറ്റമൊന്നും പറയണം. അവിടെ കുറ്റം പറയലല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അത് തിരിച്ചറിയാനും ഇനി ഒരു കസ്റ്റമർ വരുമ്പോൾ ഏറ്റവും നന്നായി പെരുമാറാനും പറ്റുള്ളൂ. ഇത് പറയുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാനും ഫ്രണ്ട്സും കൂടി ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ, ഒരു റെസ്റ്റോറന്റിൽ പോയി. അപ്പൊ അവിടെ ഇരുന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഭക്ഷണമൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇത് ഇത് നന്നായില്ല. പക്ഷെ എല്ലാവരും പറയും ഇത്രയും നല്ല ഹോട്ടൽ ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അപ്പൊ ഞാൻ ചോദിച്ചു, അത് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കാരണം ഈ ക്ലാസ്സിന് വേണ്ടി ഐ ആം നോട്ട് ഫൈൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അവിടെ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു, കോഫി ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് ആ സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടില്ല. ഐ എം നോട്ട് ഫൈൻ വിത്ത് ദാറ്റ് സാൻഡ്വിച്ച്. അത് അവരോട് പറയുക തന്നെ ചെയ്തു. അത് ആ രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തു. ഐ എം നോട്ട് ഫൈൻ വിത്ത് യുവർ സാൻഡ്വിച്ച്. നിങ്ങളുടെ സാൻഡ്വിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം അതിലൊരു പൊടി ഉപ്പ് കൂടുതലായിരുന്നു. എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യുമ്പോഴേ നെക്സ്റ്റ് ടൈം എനിക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാനും അത് എക്നോളജ് ചെയ്ത് അത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് കേട്ടപ്പോ അവരൊന്ന് അന്തം വിട്ടു. കാരണം ആർക്കും ഇത് പറയാനുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു. കാരണം ബിക്കോസ് ഐ എം പേയിങ് ദ മണി. ഞാൻ അവിടെ എന്റെ പൈസ അവിടെ കൊടുക്കുന്നുണ്ട്. ഐ ആം നോട്ട് ഓക്കെ എന്നാണെങ്കിൽ അത് ഞാൻ എക്സ്പ്രസ് ചെയ്തേ പറ്റും. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് പറഞ്ഞ് ശരിയാണ് കേട്ടോ. കണ്ടോ, ഒരാൾ ശബ്ദം ഉയർത്തിയപ്പോ അതിന്റെ കൂടെ എല്ലാവരും അത് പറയാൻ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഐ ആം നോട്ട് ഓക്കെ എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. അവിടെ ഫിയർ ഫാക്ടർ മാറ്റി വെക്കുക എന്നർത്ഥം. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ, അവൾക്ക് വിഷമം വരണ്ട അല്ലെങ്കിൽ അവർക്ക് വിഷമം വരണ്ട എന്ന് വിചാരിച്ച് ഐ എം ഫൈൻ എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അത് സപ്രസ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഐ ആം ഫൈൻ എന്ന് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ സപ്രസ് ചെയ്യാതെ അത് ബെറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. പലപ്പോഴും സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠനം മെൽ റോബിൻസിലൂടെ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് സെയിങ് ഐ ആം ഫൈൻ എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്, എക്സ്പ്രസ് യുവർ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഈ സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും ഓക്കെ അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അവർ എന്ത് വിചാരിക്കും? അവര് ഞാൻ നോ പറഞ്ഞാൽ വിഷമിക്കില്ലേ? അത് എന്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എക്സ്പ്രസിങ് യു ആർ സപ്രസിങ് യുവർ സെൽഫ്. നിങ്ങൾ അത് സ്വയം സപ്രസ് ചെയ്യുന്നു എന്നാണ്. ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് ദ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാർട്ട്ണർ, വിത്ത് യുവർ ഇന്റിമേറ്റ് പാർട്ട്ണർ, എക്സ്പ്രസ് ദാറ്റ് മാറ്റർ. നിങ്ങൾ ഓക്കെ അല്ല എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു കാര്യം മെൽ റോബിൻസൺ പറയുന്നത്, നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഐ ആം നോട്ട് ഫൈൻ എന്നൊരു സ്ഥലത്ത് ഞാൻ ഫൈൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? പലപ്പോഴും ഇപ്പൊ ഷീല മാം ഒക്കെ കോളേജിൽ പോവാറുണ്ട്. കോളേജിൽ പോകുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പൊ കണ്ടോ ഷീല മാം ബോഡി പോസ്റ്റർ മാറിയത് കണ്ടോ? സി ദിസ് ഇസ് വാട്ട് ഐ മെന്റ്. അപ്പൊ ഷീല മാം പലപ്പോഴും ഒരു പക്ഷെ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഇഫ് ഷീ ഈസ് നോട്ട് ഓക്കെ വാട്ട് ഷീ വിൽ, ഓ ഐ ആം ഓക്കെ എന്ന് പറഞ്ഞ് സ്വയം ഒരു മൂടുപടം ഇട്ട് ചില സമയത്ത് എക്സ്പ്രസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അത് അവസ്ഥയല്ല, നമ്മളത് അവസ്ഥയാക്കി മാറ്റുന്നതാണ്. അവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് വയ്യെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. ഇത് പറയുന്ന സമയത്താണ് എന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിനെ എനിക്ക് ഓർമ്മ വന്നത്. ആ ഫ്രണ്ട് ഒരു ദിവസം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സ്കൂളിൽ പോകേണ്ട, അന്ന് ക്ലാസ് എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അന്നേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു മിസ് എങ്ങനെയാ, മിസ് ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോ ഐ എം ഫൈൻ എന്ന് പറഞ്ഞു എന്നുള്ളത് എന്നോട് പറയണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഐ എം ഓക്കെ എന്ന് പറയുന്നത്? നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മളിപ്പോ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമുണ്ടോ? അതൊന്നും ആരോടും പറയേണ്ട കാര്യം അവരാരും മനസ്സിലാക്കാൻ പോകും. അപ്പൊ ഞാൻ ഈ പുസ്തകം വായിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അവരോട് പറഞ്ഞത് ദിസ് ഇസ് ആക്ച്വലി എ ലൈഫ് ടു യുവർ സെൽഫ്. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, ബിക്കോസ് എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കേണ്ടതുണ്ടോ? അറിയിക്കണം. കാരണം അവിടെ ഞാൻ ഫൈൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ അറിയേണ്ടതുണ്ട്. അപ്പോ മാത്രമേ അവര് എന്നോട് ഏറ്റവും എമ്പതി ആയിട്ട് പെരുമാറുകയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നത്? പറയാതിരുന്നതിന്റെ ഒരു കാര്യം ഫിയർ ആണ്. കാരണം എന്റെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നടിക്കാനുള്ള ഒരു മടി, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നൽ. അവിടെ എക്സ്പ്രസ് യുവർ സെൽഫ്, ഐ എം നോട്ട് ഫൈൻ, ഇന്ന് വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ നമ്മളിത് എക്നോളജ് ചെയ്ത് ഓപ്പൺ ഹാർട്ടിനോടുകൂടി ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് അത് അവയർനെസ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പറഞ്ഞില്ല? ഭയം കൊണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു?
they may understand this may happen in everybody's life. അങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിലും ലൈഫിലും ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും കൂടിയാണ്. നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്ന് പറയുമ്പോൾ ഓ അവർക്ക് എന്ത് ഇത്ര സന്തോഷം, ഈസ് ഐ ആം ഫൈൻ, നോ, അല്ല. ഞാൻ ഫൈൻ ആണെന്ന് വെച്ചാൽ അല്ല, ഞാൻ ഇത് പറഞ്ഞ് പഠിച്ച കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. There are so many problems I am facing in my life, in my family, in my career, everything. ഒരു പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് ഞാനും അങ്ങനെ ഒരു കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവിടെ എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ, അതായത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഐ ആം നോട്ട് ഫൈൻ എന്ന് പറയാൻ പറ്റാത്തത് എക്നോളജ് ചെയ്തത് എപ്പോഴാണെന്ന് അറിയാം. ഇത് കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നത് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു വ്യക്തി ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഐ ഡിഡ്ന്റ് ഫീൽ ബെറ്റർ. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ മനസ്സിലോട് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇത് പറഞ്ഞു. ഇവിടെ ഇത് പറയാനുള്ള കാരണം ദർ ഇസ് എൻ ഓപ്പൺ സ്പേസ് ഫോർ മീ, എനിക്ക് കുറച്ചും കൂടി ധൈര്യമുണ്ട് ഇത് ഇവിടെ പറയാൻ. പക്ഷെ നേരത്തെ രാവിലെ നടന്ന മീറ്റിംഗ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? ബിക്കോസ് ദ ഫിയർ ഹോൾഡിങ് മീ, ഈ ഭയം എന്നെ കൂട്ടിപ്പോ. ഇത് ഞാൻ എക്സ്പ്രസ് ചെയ്താൽ അവരെന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ. അവിടെ എനിക്ക് പവർ ഇല്ല, ഇവിടെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ദർസ് ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെയാണ് കുറച്ചും കൂടി ഇത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു കാര്യം. അവിടെ എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ കാര്യം കുറച്ചുകൂടി എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാമായിരുന്നു. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഭയം കൊണ്ട് പറയാനുള്ള കാര്യം സപ്രസ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഈ ഭയത്തെയാണ് സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചുകൊണ്ട് ഇന്നലെ എനിക്ക് മനസ്സിലായത്, എക്നോളജ് ചെയ്ത ഒരു കാര്യം. ഇന്നലെ ഞാൻ പറയാതെ പോയത് എല്ലാം എന്റെ ഭയം കാരണമായിരുന്നു. അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അവിടെ ഇരിക്കുന്നവർ മുഴുവൻ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് ജഡ്ജ്മെന്റ് എടുക്കും? ഞാൻ എന്നെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ അവിടെ സപ്രസ് ചെയ്ത് മുന്നോട്ട് പോയി? ഇത് എന്നെ കൂടുതൽ ഡിസ്റ്റർബൻസ്. പിന്നീട് എന്ത് വിഷയം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഈ എനിക്ക് പറയാൻ കഴിയാത്ത കാര്യം ഈ എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അവരോട് ഒരു വെറുപ്പോ അവരിൽ നിന്ന് അകന്നു നിൽക്കാനോ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇന്നലെ എനിക്കൊരു ഫീൽ ചെയ്തു. കാരണം മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും ഇതേപോലെ പുറത്തു വന്നപ്പോൾ എന്നെ കൂടുതൽ കുറ്റം പറയുന്നത് ഞാൻ ചെയ്ത എക്നോളജ്മെന്റ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ എടുത്തു പറയാതെ കുറ്റപ്പെടുത്തിയ വ്യക്തികൾ അവരെ കണ്ടപ്പോ മാറി നടന്നുപോയി എന്നുള്ളതാണ് ഞാൻ എക്നോളജ് ചെയ്ത കാര്യം. കാരണം അവിടെ ഫിയർ എന്ന ഫാക്ടർ എന്നെ പിടിച്ചു വെച്ചത് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയാതെ പോയപ്പോ എന്റെ ബോഡി ലാംഗ്വേജ് പോലും ഞാൻ ശ്രദ്ധിച്ചു. എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തിയോട് ഐ ആം ഫൈൻ എന്ന് കളവ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് ഒരു മുഖം പോലും കൊടുക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്നെ പിടിച്ചു നിർത്തിയത് ഫിയർ ആണ്. ഇത് തന്നെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒന്ന് നോക്കിയാൽ മതി. ഐ ആം ഫൈൻ എന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട്, നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പറഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇതേ ഒരു സിറ്റുവേഷൻ വീണ്ടും വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എക്നോളജ് ചെയ്യും. അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാവുകയായിരുന്നില്ല. സ്വന്തം മക്കളോടാണെങ്കിലും നിങ്ങൾ ഫൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ എക്സ്പ്രസ് ദാറ്റ് മാറ്റർ ടു ദം. അവര് ചെയ്തത് ശരിയല്ല, പക്ഷെ ഇനി അത് അവരെ ഓർത്ത് അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതുകയാണ് വീണ്ടും ഈ വിഷമങ്ങൾ നിങ്ങൾ അക്നോളജ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെടുത്ത് അത് ഓപ്പൺ ആയിട്ട് ഇത് നീ ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് അതും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. ഇത് ഇത്തരത്തിൽ ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു പക്ഷെ ആ കുട്ടി ഓപ്പൺ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്തത്. അത് നിങ്ങൾക്ക് ഫീൽ, അത് നിങ്ങളുടെ ഫൈൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ദാറ്റ് മാറ്റർ. നീ ഈ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം നിന്നിൽ നിന്ന് ഞാൻ ഇതല്ല എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും മാത്രമേ അവിടെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവുകയുള്ളൂ. ആ ഓപ്പൺ ഡിസ്കഷനിൽ മാത്രമേ അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്നും ഞാൻ എന്താണെന്ന് ഫീൽ ചെയ്യുന്നതും ഓപ്പൺ ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്തുകയുള്ളൂ. ആ ഡിസ്കഷനിലൂടെ മാത്രമേ ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ, മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ ബിക്കോസ് ഐ ആം ഇത് ഓക്കെ അല്ല ചോദിച്ചാൽ ഞാൻ ഓക്കെ അല്ല. ഇപ്പൊ ഹെൽത്തിന്റെ കണ്ടീഷൻ ആണെങ്കിലും ഇപ്പൊ ഓക്കെ അല്ലെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആക്ട് ആസ് ഇഫ് എന്ന് സൈക്കോളജി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഓക്കെ അല്ല ബിക്കോസ് ഐ ആം ഫീലിംഗ് ദിസ് വൺ. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുകയും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യും. പലപ്പോഴും ഒരു തലവേദന ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ആരോടെങ്കിലും ചോദിക്കുന്നത്
തലവേദന, ഇത് ഓക്കെ ആണ്. ഓക്കെ അല്ലെങ്കിൽ അല്ല, ഞാൻ ഇപ്പൊ ഓക്കെ അല്ല എന്ന് തിരിച്ചറിയണം. എന്നിട്ട് ബോഡിയോട് നമ്മൾ പറയേണ്ടത് ഐ ആം ഫീലിംഗ് ദിസ് റൈറ്റ് നൗ. ഇപ്പൊ നമ്മളെല്ലാവരും ബി മാജിക്കിൽ രാവിലെ ഒരു മെസ്സേജ് കിട്ടും. നമ്മുടെ ശരീരത്തിലെ ശിരസ്ഭാഗങ്ങൾ നമ്മൾ പെയിൻ ഫീൽ ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളവിടെ അക്നോളജ് ചെയ്യേണ്ടത് യെസ്, ഈ ഷോൾഡറിൽ എനിക്കൊരു ചെറിയൊരു പെയിൻ ഉണ്ട്, അക്നോളജ് ഐ എം നോട്ട് ഫൈൻ വിത്ത് ദാറ്റ്. യെസ്, ഇവിടെ ഒരു പെയിൻ ഉണ്ട്, അക്നോളജ്. ബട്ട് ഐ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ ബോഡി. ഐ ആം ഫീലിംഗ് യെസ്, ഇവിടെ ഒരു പെയിൻ ഉള്ളത് ഞാൻ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഐ എം നോട്ട് ഫൈൻ വിത്ത് ദിസ് പെയിൻ. ഈ പെയിനുമായിട്ട് ഞാൻ ഓക്കെ അല്ല. ഇനി ഒരു ബസ് കയറുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ സീറ്റ് ഇല്ലെങ്കിൽ, നിങ്ങൾ ഫീലിംഗ് വെൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് തീരെ വയ്യ, ഐ എം നോട്ട് ഫൈൻ, വിൽ യു പ്ലീസ് ഗിവ് മി എ സീറ്റ് ഫോർ മീ എന്ന് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് അത് മനസ്സിലാവൂ. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, ഐ ആം നോട്ട് ഫൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇവിടെ നിൽക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. അവിടെ നമ്മൾ കംപ്ലൈനിങ് ചെയ്യും. എന്താണ് കംപ്ലൈൻ ചെയ്യുന്നത്, ഓ എന്റെ അവസ്ഥ കണ്ടിട്ടും അവര് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതിന് പകരം ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഫൈൻ, എക്സ്പ്രസ് ദാറ്റ് മാറ്റർ. പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് മടിയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്. ഈവൺ ഇൻ അത് മെൽ റോബിൻസൺ എടുത്തു പറയുന്ന കാര്യമാണ്, ഈവൻ ഇൻ സെക്ഷൻ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പോലും. പക്ഷെ എക്സ്പ്രസ് ഐ ആം നോട്ട് ഫൈൻ വിത്ത് ഇറ്റ് ഓൾ ബിക്കോസ് ദിസ് ഇസ് ദ മാറ്റർ ഐ ആം ഫേസിങ് നൗ. എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് ഓപ്പൺ ആയിട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ആ റിലേഷൻഷിപ്പും ഏറ്റവും ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. ഈസ് യു ആർ ഓക്കെ? ഇത് ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കണം, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, പിന്നെ എന്നോട് ചോദിക്കണം ഇന്നത്തെ ഡിസ്കഷൻ എന്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മണിസാറെ കണ്ടില്ല. അപ്പൊ മണിസാറെ കണ്ടില്ല, അപ്പൊ മണിസാർ വീഡിയോ ഓൺ ആക്കിയില്ല. പക്ഷെ അത് എന്റെ മനസ്സിൽ ഇപ്പോഴും വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് എക്സ്പ്രസ് ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പം മണിസാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ ജഡ്ജ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പോഴേ ചോദിക്കായിരുന്നു, ഇന്ന് വീണ്ടും മണിസാറിനോട് ഓപ്പൺ ആക്കി എന്റെ മനസ്സിൽ അതെ കഴിഞ്ഞ ആഴ്ച മണിസാറ് വീഡിയോയിൽ കണ്ടില്ലല്ലോ, ഐ എം ഫൈൻ എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഫീൽ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇത്രയും പേര് ചിലപ്പോൾ വീഡിയോ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ ഐ ആം ഫൈൻ, ആക്ച്വലി ഐ എം നോട്ട് ഫൈൻ. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ഐ എം ഫൈൻ. നോ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം കാണാമായിരുന്നു, പരസ്പരം ഷെയർ ചെയ്യാമായിരുന്നു, പരസ്പരം പലരുടെയും ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഞാൻ എന്നെ സ്വയം അസസ് ചെയ്തു തുടങ്ങും. ദേ ആർ നോട്ട് ഫീലിംഗ് ഗുഡ്, സോ ബെറ്റർ നെക്സ്റ്റ് ടൈം, അതായത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും, ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഫൈൻ, എക്സ്പ്രസ് യുവർ സെൽഫ്, യു ആർ നോട്ട് ഫൈൻ. അപ്പൊ ഇന്നലെ രാത്രി പോലും എനിക്ക് വന്ന ആ കോളിൽ ഞാൻ പറഞ്ഞത്, ഇന്നലെ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു, ദെൻ വൈ ഡോണ്ട് യു എക്സ്പ്രസ് ദാറ്റ് വൺ. അവിടെയാണ് ചോദ്യം, എന്തുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്തില്ല. സി ദ ഫിയർ, ഈ ഫിയർ അവിടെ മാത്രമല്ല എന്ന് ഞാൻ എക്നോളജ് ചെയ്തു. എന്റെ ലൈഫിൽ എവിടെയെല്ലാം ഫെയിലിയർ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഓക്കെ ആണ് എന്നാണ്. ഓക്കെ അല്ലാത്ത കാര്യത്തിന് പോലും ഓക്കെ 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 എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി വന്നത് കൊണ്ടാണ് എനിക്ക് പറയേണ്ട പല കാര്യങ്ങളും പലയിടത്തും പറയാൻ കഴിയാതെ പോയത്. മനസ്സിലാക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. സ്റ്റോപ്പ് സെയിങ് ദ ലൈ ഐ ആം ഫൈൻ. ഇപ്പൊ ഞാൻ വിധുബാലൻ മാമനോട് ചോദിച്ചു, വിധുബാലൻ മാം ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഫൈൻ ആണ്, ഇന്നത്തെ ക്ലാസ് മഹാ ബോറായിരുന്നു എന്ന് പറയണം എന്ന് വിധുബാല മാമിന് ഉള്ളിൽ തോന്നി. അവരെന്ത് വിചാരിക്കും എന്ന് തോന്നി. വിധുബാല മാം എന്ത് ചെയ്യും, അതങ്ങ് സപ്രസ് ചെയ്യും. ഇതാണ് കാര്യം. അവസാനം പറഞ്ഞ് പൊരുള് മനസ്സിലായല്ലോ. അതായത് ഞാൻ ഓക്കെ അല്ല, ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല മാം, അതൊന്നും കൂടി പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എനിക്ക് ഈ പോയിന്റ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ എന്ന് ഓപ്പൺ ആയിട്ട് അവയർനെസ്സോടുകൂടി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ പറയാൻ പറ്റുകയുള്ളൂ. അവിടെ ഓക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. റിലേഷൻഷിപ്പ് ബെറ്റർ ആകുമ്പോൾ വി ഫീൽ കാം ആൻഡ് വി വിൽ ബി ഹാപ്പി. ആർ യു ഹാപ്പി, ഐ ആം ഹാപ്പി എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, അത് പറയുന്നുണ്ടെങ്കിലും ഈസ് ഐ ആം ഹാപ്പി, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് ആണെങ്കിൽ പോലും ഹാപ്പി അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്, ബിക്കോസ് നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇഫ് യു ആർ നോട്ട് ഹാപ്പി, ടേക്ക് ഡിസിഷൻ. അത് പക്ഷെ ഇന്നലെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി,
ഒരു ഡിസിഷൻ എന്നോട് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് ഇഫ് ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇറ്റ് വിൽ ഐ വിൽ ഹോൾഡ് യുവർ സാലറി എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ ഒരു ചാലഞ്ച് ഏറ്റെടുത്തു. ഐ വിൽ ടേക്ക് ദാറ്റ് ചാലഞ്ച്. അതെന്തുകൊണ്ട് പറഞ്ഞു? കാരണം അവിടെ എന്റെ സാലറി പിടിച്ചു വെച്ചാൽ ഞാൻ ഫൈനല്ല. ഐ എം നോട്ട് ഫൈൻ വിത്ത് ദാറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. അവിടെ ഞാൻ അത് അക്നോളജ് ചെയ്തു. പിന്നീട് ഇന്നലെ രാത്രി പോയി തിരിച്ചു വരുന്ന യാത്രയിലാണ് ഞാൻ എന്റെ കാര്യം അസസ് ചെയ്ത് തുടങ്ങിയത്. അതെന്തുകൊണ്ട് ഞാൻ ഫൈൻ അല്ല എന്ന് പറഞ്ഞു? ബിക്കോസ് അവിടെ അത് ഫൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാലറി ഇങ്ങനെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഇഫ് യു ആർ നോട്ട് ഫൈൻ. അപ്പൊ ഓക്കെ അല്ലെങ്കിൽ ആ ഓക്കെ അല്ല എന്ന് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അവിടെ നമുക്ക് മോട്ടിവേഷന് പകരം ആക്ഷൻ ആണ് വേണ്ടതെന്ന് മനസ്സിലാവും. കാരണം ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. അവിടെ മോട്ടിവേഷൻ അല്ല ആവശ്യം, അവിടെ ഇൻസ്പിറേഷനും ആക്ഷനുമാണ് ആവശ്യം. അപ്പൊ ഓക്കെ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അത് ബന്ധങ്ങളിലായാലും കരിയറിലാണെങ്കിലും എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ വി അക്നോളജ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ ബുദ്ധിമുട്ടികളല്ല, നമ്മൾ നമ്മെ സ്വയം അവയർനെസ്സോടുകൂടി തിരിച്ചറിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഓക്കെ, എക്സ്പ്രസ് ദാറ്റ് ഓക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങളോട് തന്നെങ്കിലും ഞാൻ ഓക്കെ അല്ലാന്നും അത് എക്സ്പ്രസ് ചെയ്യാതെ പോയതിന്റെ കാരണം ഇതാണെന്ന് അക്നോളജ് ചെയ്യാനും പഠിക്കുക. ഇവിടെ നിങ്ങളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് പറയാത്തത് എന്നുള്ള കാരണം പോലും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. പലപ്പോഴും പലരും സൈലന്റ് ആണ്. എന്തിനാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? ഐ എം ഫൈൻ എന്നല്ല നിങ്ങൾ അവിടെ. എനിക്കത് കേൾക്കുമ്പോൾ ഐ എം ഫൈൻ എന്ന് പലപ്പോഴും പറയാൻ കഴിയാറില്ല. കാരണം അല്ലെങ്കിൽ പറയില്ല എന്നുള്ളത് തന്നെ സത്യം. പലപ്പോഴും ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ പലരുടെയും ഫീഡ്ബാക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് അക്നോളജ് ചെയ്ത് അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ പേർ അവിടെ അതിന് ഫീഡ്ബാക്കുമായിട്ട് വരുമായിരുന്നു. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ പോകുന്നത് നമ്മൾ അവിടെ ഐ ആം നോട്ട് ഫൈൻ എന്ന് അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഐ എം നോട്ട് ഫൈൻ വിത്ത് ദിസ്, എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കിയാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം, അത് അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം പോലും കാണിക്കും. ആ ഓക്കെ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നലത്തെ ഒരു ഡിസിഷനിൽ ആ റെസ്പോൺസിബിൾ ഏറ്റെടുക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയത് പോലും. കാരണം ഞാനത് പറയാനുള്ള കാരണം ജോണിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ജോണിന്റെ സബോർഡിനേറ്റ്, താഴെ ഇരിക്കുന്ന സബോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ജോൺ ഓക്കെ അല്ലായിരുന്നു. ആ ഓക്കെ അല്ലാത്തതിന്റെ പ്രശ്നം ജോൺ ഫേസ് ചെയ്യുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അക്നോളജ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കാണാതെ അത് മുഴുവൻ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ ജോൺ ഉണ്ടായ പ്രഷർ കൂടുതലാണ്. അപ്പൊ ജോൺ അത് മനസ്സിലാക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഓക്കെ അല്ലെങ്കിൽ ഞാനത് എക്സ്പ്രസ് ചെയ്ത് അത് അവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവിടെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. കാരണം ജോൺ മനസ്സിലാക്കിയത് അവർ ആ സബോർഡിനേറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മടിയോടുകൂടി പറയാതിരിക്കാൻ കഴിയണം. അവിടെ ഫിയർ അല്ല വേണ്ടത്. കാരണം ഫിയർ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞാൽ എന്റെ ജോലി പോകുമോ എന്നുള്ള ഒരു സംഗതിയാണ്. അവരെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ജോൺ മനസ്സിലാക്കുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ജോൺ ഏറ്റെടുക്കും. അപ്പൊ ജോൺ അക്നോളജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത്? ബിക്കോസ് ഐ എം നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വെൽ വിത്ത് ദാറ്റ് തിങ്. അവരെ ഞാൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് ജോൺ മനസ്സിലാക്കി. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്റെ സബോർഡിനേറ്റ് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റിയിൽ കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. ഒരു സെന്റൻസ് രണ്ട് രീതിയിൽ പറയാം എന്ന് പറഞ്ഞതുപോലെ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോ ഈ മെൽ റോബിൻസൺ ഈ പുസ്തകത്തിൽ ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. അതിന്റെ ഏകദേശം രൂപം മാത്രം ആദ്യം കുറച്ച് വായിച്ചതേ ഉള്ളൂ. ബാക്കി ഇനിയും വായിക്കാനുണ്ട്. അതൊരു നമ്മുടെ ഓൺലൈനിലാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫൈൻ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ബെറ്റർ, ഇഫ് യു ആർ നോട്ട് ഫൈൻ വിത്ത് ദാറ്റ് ഡിസിഷൻ, എക്സ്പ്രസ് ആൻഡ് അക്നോളജ്. എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് അക്നോളജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് സപ്രസ് ചെയ്താൽ നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കില്ല അല്ലെങ്കിൽ അക്നോളജ് ചെയ്യില്ല എന്ന് മെൽ റോബിൻസ് കൂടി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് എടുത്തു പറയുന്ന കാര്യമാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയപ്പോഴാണ് പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യം. കാരണം ഇന്നലെ ട്രെയിനിൽ വരുന്ന സമയത്ത് പോലും ഓടി നല്ല തിരക്കായിരുന്നുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല തിരക്കായിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അപ്പൊ ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഐ എം ഫൈൻ എന്ന് പറഞ്ഞ് സ്വയം വിശ്വസിപ്പിച്ച ഒരു കളവ് അല്ലെങ്കിൽ ഭയമാണ്. അവരോട് ചോദിക്കാൻ കുറച്ചൊന്ന് നീങ്ങിയിരിക്കാമോ എന്ന് ചോദിക്കാനുള്ള ഒരു ഭയം, അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലാണ്
കുറെ സമയം അങ്ങനെ നിന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ നിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഇന്നലെ ഏർലി മോർണിംഗിൽ പോകുമ്പോൾ പോലും ഞാനൊന്ന് കുറച്ചൊന്ന് നീങ്ങിയിരിക്കാമോ എന്ന് ചോദിച്ചു. അവർ നീങ്ങിയിരുന്നു. അവർക്ക് പറ്റില്ലെങ്കിൽ അവരത് എക്നോളജി, അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഓക്കെ, ദേ ആർ എക്സ്പ്രസിംഗ് ലൈക്ക് ദിസ്, ഐ വിൽ ആക്സെപ്റ്റ് ദാറ്റ് വൺ എന്ന് ചിന്തിക്കും. മറ്റേ ഞാൻ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്ന് നീങ്ങി തന്നൂടെ. സി, കംപ്ലൈനിങ്. അവർക്ക് ഞാൻ നിൽക്കുന്ന കണ്ടില്ല, ഒന്ന് നീങ്ങി തന്ന എനിക്ക് ഇരുന്നൂടെ. അത് ഞാൻ ജഡ്ജ്മെന്റ് ഞാൻ ചെയ്യാണ്, അവരത് ആലോചിക്കുന്നത് പോലും ഇല്ല. അപ്പൊ ഐ ആം ഫൈൻ എന്ന് പറയുന്നതിന് പകരം ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, ഇഫ് യു ആർ നോട്ട് ഫൈൻ വിത്ത് വാട്ട് എവർ ഇറ്റ് ഇസ്, എക്സ്പ്രസ്. കാരണം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നതിലുപരി ഞാൻ അതിൽ ഓക്കെ അല്ല എന്ന് എന്നൊരു അവയർനെസ്സിലേക്ക് എനിക്ക് വരാൻ സാധിക്കും എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, എവിടേക്കാണ് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നത്. Acknowledge and take the responsibility and communicate well and learn how to communicate well. എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണം എന്ന് കൂടി ഒന്ന് വിലയിരുത്തുമ്പോൾ ഗിവ്, സ്ലോ ഡൗൺ ആൻഡ് പേ അറ്റൻഷൻ ആൻഡ് ഗിവ് എ സീക്രട്ട് പോസ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഗിവ് എ സീക്രട്ട് പോസ്. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, എക്നോളജ്. നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ അതിന് സീക്രട്ട് പോസ് കൊടുത്ത് അതിനൊന്ന് വിലയിരുത്തുക, തിരിച്ചറിയുക, അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുകൂടി അസസ് ചെയ്തതിനു ശേഷം അത് പറയേണ്ടവരോട് ഇൻ എ ബെറ്റർ വേ എക്സ്പ്രസ് ആകും. അറ്റ്ലീസ്റ്റ് ഹാവ് എ സ്മൈൽ ആൻഡ് എക്സ്പ്രസ് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഓർ ഇഫ് യു ആർ നോട്ട് ഫൈൻ. Acknowledge, give a sacred pause, communicate well. Before communicating, think twice and communicate well. അവിടെ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുന്നിടത്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും. സോ മെൽ റോബിൻസിന്റെ ആ ഒരു വാക്ക് വളരെയധികം എക്സ്പ്രസീവ് ആയിട്ടും വളരെയധികം ബ്ലെസ്സിങ് ആയിട്ടുമാണ് ഇന്നലെ ഇത് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് എക്നോളജ് ചെയ്തത് ഇതിൽ നിന്ന് മാത്രമാണ്. ഐ എം നോട്ട് ഫൈൻ, ദെൻ വൈ ഡോണ്ട് ഐ എക്സ്പ്രസ് ദ ഫിയർ ഫാക്ടർ, ഫിയർ ഓഫ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി, ഇതൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്യുക, എവിടൊക്കെയാണ് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. എക്നോളജ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കുന്നിടത്ത്, അത് തിരിച്ചറിയുന്നിടത്ത് അവിടെ എന്ത് മാറ്റം കൊണ്ടുവരാം എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബി മാജിക്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് എക്നോളജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് പറയുമ്പോൾ പോലും പലരുടെ മനസ്സിലും പല ചോദ്യങ്ങളും വന്നു തുടങ്ങി. പിന്നെ എന്തിനായിരുന്നു ഞാൻ ഫൈൻ എന്ന് പറഞ്ഞത്? അവിടെയാണ് എക്നോളജ്. അവിടെ നമ്മളൊന്ന് സീക്രട്ട് പോസ് കൊടുക്കുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വരും. കാരണം ഏർലി മോർണിംഗിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും കണ്ടെത്തി അത് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് തുടങ്ങും. ഫിയർ മാറ്റിവെച്ച് നമ്മൾ തന്നെ കംപ്ലൈനിങ് ഇല്ലാതെ വേണ്ട റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ആലോചനയിലേക്ക് വീണ്ടും ഞാൻ വാക്കിട്ട് തരികയാണ്. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ ഫീലിംഗ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇഫ് യു ആർ നോട്ട് ഫൈൻ, എക്സ്പ്രസ്, എക്നോളജ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. എന്തായാലും ഞാൻ ഇത് തിരിച്ചറിഞ്ഞത് ഇന്നലെ രാത്രിയാണ്. ഈ പുസ്തകം വായിച്ചതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയത് രാത്രിയാണ്. കാരണം എനിക്കും ഭയം ഇപ്പോഴും ഉള്ളിലുണ്ടത് തിരിച്ചറിഞ്ഞതും അപ്പോഴാണ്. ദെൻ വൈ ഡോണ്ട് ഐ എക്സ്പ്രസ്? ബിക്കോസ് അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തില്ല. ഫിയർ എന്നെ പിടിച്ചു വെച്ചു. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി തന്നെയാണ് കാരണം. കാരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ? അത് ഞാൻ തിരിച്ചറിഞ്ഞ ഇന്നലെ രാത്രിയാണ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി അപ്പൊ ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചു, നെക്സ്റ്റ് ടൈം ഷുവർ ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാനത് പറയുന്നതിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിത്ത് ട്രൂ ഫാക്ട്സ് ഐ വിൽ ബ്രിങ് ദാറ്റ്. അപ്പൊ ഇന്നത്തെ വർക്ക് മുതൽ ഞാനത് അക്നോളജ് ചെയ്തു തുടങ്ങും. അടുത്ത കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഞാനത് പറയണമെങ്കിൽ ഇന്ന് മുതൽ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റും. സോ ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ കരിയർ. അവിടെ ചേഞ്ച് വന്നു തുടങ്ങും. എന്തായാലും നോക്കാം. ഐ എം നോട്ട് ഫൈൻ എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് കണ്ടെത്തുക, നോട്ട് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, വിത്തൗട്ട് കംപ്ലൈനിങ്, എക്സ്പ്രസ് ഇൻ എ ബെറ്റർ വേ. എന്തായാലും നിങ്ങൾക്ക് ഐ ആം നോട്ട് ഫൈൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് സെയിങ് ഐ ആം ഫൈൻ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.
I bless you all, I thank you all, and I love you all. Good day. താങ്ക് യു പ്രവീണ മാം. വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ഫീഡ്ബാക്സ് അറിയിക്കാനായി ഡി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. മാജിക് മോർണിംഗ് Good മാഡം morning. കേൾക്കാവോ? ഞാൻ തന്നെ പറയാം ആദ്യം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഭവമാണത്. ഞാൻ ഫൈൻ അല്ലെന്നുണ്ടെങ്കിലും എപ്പോഴും ഞാൻ പറയും കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് ഞാൻ പറയും. ഇന്നലെ തന്നെ എന്റെ മോനുമായിട്ട് ഒരു സംസാരം നടന്നു. ഇതെനിക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷെ അപ്പൊ ആള് പറഞ്ഞു പോയി അപ്പോ പോയതിന് ശേഷം അവൻ വേറൊരു ആവശ്യത്തിന് പോയിട്ട് അവൻ പുറത്തു പോയി. അവൻ പറഞ്ഞതിൽ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നി. അപ്പൊ അവൻ പുറത്തു പോയിട്ട് അമ്മ എങ്ങനെ, അമ്മ ഭക്ഷണം കഴിച്ചോ, പിന്നെ എങ്ങനെയുണ്ട് അമ്മ, എന്താ വൈകി, അമ്മയ്ക്ക് എന്താ വൈകാണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ശരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് സങ്കടമാണ്, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ എന്ന് പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കിയോ എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്? അവൻ മനസ്സിലാക്കി കാണും? മനസ്സിലാക്കിയില്ല. എന്നിട്ടും അവൻ ചെന്നിട്ട് എനിക്ക്, പക്ഷെ അവൻ മനസ്സിലാക്കി, അവൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, അത് എന്തോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ പുറത്തു പോയി, ഒരു 3-4 തവണ പുറത്തു പോയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത് ഇല്ല, ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ കഴിച്ചത്. പക്ഷെ ഞാൻ ഓക്കെ അല്ല, ഞാൻ അപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞല്ലോ, എന്നാലും അവന്റെ അടുത്ത് പറഞ്ഞു തോന്നിയല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ ഞാൻ ഇരിക്കും. അപ്പോ ഇപ്പൊ എനിക്ക് അത് മനസ്സിലായി. അത് അവന്റെ അടുത്ത് ശരിക്കും നീ പറഞ്ഞ കാര്യം അത് എന്നെ വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അത്രത്തോളം അത് ഫീൽ ചെയ്യുകയാണ്. പക്ഷെ രാത്രി വരെ, ഇതിപ്പോ രാവിലെ വരെ അയച്ചപ്പോ വരെ അതൊരു മൂഡ്. കാരണം അവൻ എൻ്റെ അടുത്ത് രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് അവൻ അങ്ങനെ പറഞ്ഞല്ലോ, എനിക്കത് ഭയങ്കര ഇതായിപ്പോയി എന്നുള്ള കണക്കില് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ശരിക്കും അവനായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എങ്കിൽ ആ ബുദ്ധിമുട്ട് നമുക്ക് ഇത്രയും നീട്ടിക്കൊണ്ടു പോവേണ്ട ഒരു ആവശ്യം വരില്ലെന്ന്. പലയിടത്തും ഞാൻ അങ്ങനെ പറയുമ്പോ, ഇനി ഇപ്പോഴത്തെ പിള്ളേരല്ലേ പറയുമ്പോ, നമ്മളിനി തിരിച്ചെന്തേലും പറയുമ്പോ അവരെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ള ഒരു ഭയം ശരിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ പ്രതികരിക്കാതിരുന്നത്, അവൻ്റെ അടുത്ത് കൂടുതൽ പോവാത്തത്. അപ്പൊ ഭയം തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അത് മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിലായി, ശരിക്കും വന്ന് അവനായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിലെ വിഷമവും മാറും. അവന് കാര്യം ചിലപ്പോൾ പറഞ്ഞാൽ അത് മനസ്സിലാവും. ഇപ്പോഴത്തെ ആൾക്കാരത് മനസ്സിലാക്കണം എന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കുള്ള ആ ഒരു കുറ്റം അത് മാറിക്കിട്ടും. അവനുമായിട്ട് സംസാരിച്ചാൽ നീ അത് പറഞ്ഞത് ശരിയായില്ല, അതെനിക്ക് വിഷമം ഉണ്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു മനസ്സമാധാനം. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ ഓക്കെ അല്ലെങ്കിൽ, ഞാൻ എപ്പോഴും ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫൈൻ അല്ലെങ്കിലും ഫൈൻ ആണെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പോക്കാണ്. അപ്പൊ അത് ഇന്നിപ്പോ എനിക്ക് അത് കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലായി. അത് എന്തുകൊണ്ടാണ്? കാരണം ഭയമാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭയം തന്നെയാണ് അതിന്റെ പുറകിലുള്ളതെന്നുള്ളത് മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ഷെയറിങ്. കണ്ടോ, ആ സമയത്ത് അത് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയാതിരിക്കും. പക്ഷെ അത് എങ്ങനെ ഒന്നാമത്തെ ഒരു പ്രശ്നം, ഇത് പറയുമ്പോൾ മറ്റുള്ളവരിന്ന് ചിന്തിക്കും എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രണ്ടാമത്തെ കാര്യം. നമ്മളത് വല്ലാതെ ഇമോഷണൽ ആക്കി എടുക്കും. ചിലപ്പോൾ നമ്മുടെ സങ്കടം, നമ്മുടെ കണ്ണിന് വെള്ളം വരും. ആ സമയത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ബോഡി ഒന്ന് കാം ഡൗൺ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ എനർജി വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, ഈ വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടത്, ദിസ് ഗിവ്സ് എൻ എക്സ്ട്രാ എനർജി ഫോർ മീ. ഈ വാട്ടറിലുള്ള എനർജി, കാരണം വാട്ടറിൽ ഒരു എനർജി ഉണ്ട്, ദാറ്റ് ഇസ് യൂണിവേഴ്സൽ എനർജിയാണ്. ആ വെള്ളം കുടിച്ചിട്ട് ഞാൻ എനർജിയെ സ്വീകരിക്കുന്നു എന്ന് ചിന്തിച്ച് എനിക്കിത് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നീ പറഞ്ഞത് ഓക്കെ, നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ പോലും എനിക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കി, കാരണം ഞാൻ ചിന്തിച്ചത് ഇത്തരത്തിലായിരുന്നു. കണ്ടോ, അങ്ങനെ ആവുമ്പോ എന്താ പറയുക, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് തുറന്നു കിട്ടുക. ഇത് ഒരു പക്ഷെ മാമിന്റെ മകൻ മനസ്സിലാക്കുമ്പോൾ നെക്സ്റ്റ് ടൈം അത് ആ കുട്ടിയുടെ ശരിയാണെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ കുട്ടി മാറ്റം വരുത്തും. കാരണം പറയാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള കാര്യം എനിക്ക് ശരിയാണ്, പക്ഷെ എന്റെ അമ്മയ്ക്ക് അത് ശരിയല്ല എന്ന് തോന്നി, അത് എങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യണം എന്ന് കൂടി അവർ തിരിച്ചറിയും. അതായത് ഇതോടൊക്കെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഒരു സ്പേസ് തുറന്നു കിട്ടും എന്നുള്ളതാണ്. ആ സ്പേസ് തുറന്നു കിട്ടുന്നിടത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സ്പേസ് തുറന്നു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല.
അവിടെ അത് ക്ലോസ് ചെയ്യാൻ വെക്കുകയാണ് മറ്റൊരു വ്യക്തി ആഗ്രഹിക്കുന്നെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് വൺ. ബട്ട് അറ്റ്ലീസ്റ്റ് എക്സ്പ്രസ്, എനിക്കത് വിഷമമുണ്ട്, ഭക്ഷണം കഴിക്കാതെ ഇരുന്നു, അപ്പോഴും ആ കുട്ടിക്ക് തോന്നി ഇത് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സി, മകൻ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഭക്ഷണം കഴിച്ചോ, കാരണം ആ കുട്ടിക്ക് തോന്നിയതൊന്ന് ചോദിക്കണം. ഇനി അമ്മ കഴിക്കോ കഴിക്കാതെ അമ്മയ്ക്ക് എന്തായാലും അന്ന് ചോദിക്കാതെ പോവായിരുന്നു, ആ കുട്ടിക്ക് തോന്നി. ഐ എം നോട്ട് ഫൈൻ, കാരണം ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഫൈൻ അല്ലെന്ന് ആ കുട്ടിക്ക് തോന്നിയത് കൊണ്ട്, മകൻ തോന്നിയത് കൊണ്ട് തിരിച്ചു തോന്നി. ഇവിടെ ഞാൻ ഫൈൻ അല്ലാന്ന് തോന്നിയത് ഞാൻ കുഴപ്പമില്ല, നമ്മൾക്ക് ഈ ശീലിച്ചു പോയി. ഈ വാക്ക് നമ്മളിങ്ങനെ എഴുതി നമ്മുടെ ശരീരത്തോടും ഹൃദയത്തോടും ചേർത്ത് വെച്ചിരിക്കുക, കുഴപ്പമില്ല, എല്ലാം കുഴപ്പമാണ് തരുന്നത്. പക്ഷെ പവർ ഓഫ് പോസിറ്റീവില് പറയുന്നത് നമ്മളങ്ങനെ അക്നോളജ് ചെയ്യും, ആക്ട് ആസ് ഇറ്റ്. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ല. ഇത് അഭിനയിച്ച് നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിയിൽ പറഞ്ഞത് ആക്ട് ആസ് ഇറ്റ് യു ആർ ഹാപ്പി. പക്ഷെ ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അക്നോളജ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി ബെറ്റർ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗിവ് എൻ ഓപ്പൺ സ്പേസ് ഫോർ ദാറ്റ്. താങ്ക് യു സർ. സോ ഇത് മാത്രം മതി, ഐ എം നോട്ട് ഫൈൻ എന്ന് പറഞ്ഞ ഇന്നത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് മെൽ റോബിൻസൺ പറയുന്നത്, സ്റ്റോപ്പ് സെയിങ് ഐ എം നോട്ട് ഫൈൻ. അവയർനെസ്സോടുകൂടി എന്തുകൊണ്ട് എനിക്ക് ഇത് ഫൈൻ അല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇത് മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ ഇത് പോവില്ല, അത് അവിടെ തന്നെ കാണും. അന്ന് അവൻ അങ്ങനെ പറഞ്ഞു, ഇനി ഒരു മാസം കഴിയും, അന്ന് അവൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താ അറിയോ, ഈ ഒരു മാസം ഇത് കൊണ്ടുനടക്കുക, അന്ന് പറഞ്ഞു. ഇതല്ല, ഇന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് എനിക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് പിറ്റേന്ന് തീർന്നു പോയത്. ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും, കാരണം ഈ നവംബറിൽ നീ അങ്ങനെ പറഞ്ഞു, ഇതിപ്പോ നവംബറിലല്ലോ, ഇതിപ്പം ഏപ്രിലായി, കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി നീ അങ്ങനെ പറഞ്ഞു. കണ്ടോ, നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകൾ ഡേറ്റ് സമയം വരെ ഓർത്ത് വെച്ചു. എന്നിട്ട് നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി രാത്രി 10 മണിക്ക് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് അപ്പൊ പറഞ്ഞതങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ കണ്ടോ, അത് എടുത്തു പറയാനുള്ള കാര്യം. ഇനി ഇത് പറയുമ്പോൾ ഒരു പക്ഷെ പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും മനസ്സിലത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതവിടെ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പാർട്ട്ണർ എടുത്തെടുത്ത് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവം അവർ ഓക്കെ അല്ല, അത് ഫൈൻ അല്ല, അത് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അത് അക്നോളജ് ചെയ്യുക, അത് ഹീൽ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക. ഓക്കെ, താങ്ക് യു ഗ്രേറ്റ് ഷെയറിംഗ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരം കന്യാകുമാരി ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ക്ലാസ് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് തന്നെയാണ്. നമ്മൾ എപ്പോഴും ആ കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ നമ്മൾ ശീലിക്കണം. അതുപോലെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ സത്യം പറയാനുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഭയം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മളത് പറയാതിരിക്കുക. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. വേറെ ഒരു ആർഗ്യുമെന്റ് ഒഴിവാക്കുക. ഒരു ചില സമയത്ത് ആളുടെ ഇടയിൽ പറയുന്നത് മോശമായിരിക്കും, അപ്പൊ ചെവിയിൽ പറയാം. അല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞ പോലെ ചായ നന്നായിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ സാൻഡ്വിച്ചിൽ ലേശം ഉപ്പ് കൂടി എന്നുള്ള ആ മട്ടില് ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ടല്ല. അപ്പൊ ഇന്ന് ഒരു യഥാർത്ഥത്തിൽ നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. നമ്മൾ സത്യം പറയേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മൾ മടിക്കാതെ പറയണം എന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. അപ്പൊ അതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എവിടൊക്കെ സപ്രസ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആ അവയർനെസ്സിലേക്ക് വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇന്നലെ പോലും ഞാൻ തിരിച്ചറിഞ്ഞ അതാണ്, എന്തുകൊണ്ട് ഞാൻ സപ്രസ് ചെയ്തു. സപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നമ്മളത് സ്വയം അക്നോളജ് ചെയ്യും, അവിടെ നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും. പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി പെർഫെക്ഷനിലൂടെ നമ്മൾ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇനി എന്റെ ഹെഡ് താഴെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കും. അതെന്താ, ഞാൻ ഇന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഐ എം നോട്ട് ഫൈൻ ആക്ച്വലി, ബട്ട് ഐ എം സേയിങ് ഐ ആം ഫൈൻ. ശീല മാം ഓക്കെ മാം, ഗുഡ് എന്തൊക്കെയോ മോർണിംഗ്. ആലോചിച്ചിരിക്കുക. ഞാൻ ആലോചിക്കുകയാണ് ഒരു ദിവസം എത്രമാത്രം നുണ പറയുന്നുണ്ടോ. അതാണ് ശീല ആലോചിക്കുന്നതായിരിക്കും തോന്നി. പിന്നെ ചിലത് പറയേണ്ടിടത്ത് പറഞ്ഞതുപോലെ പറയും. ഇന്നലെ നൈറ്റില് മോള് ചോദിച്ചു, എന്താണ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഇത്തിരി ഫ്രൈയും കൂടെ ആകാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 നേരം കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു നേരത്തതുകൊണ്ട് അങ്ങ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ തുറന്ന് സംസാരിക്കാറുള്ളതല്ല, പെട്ടെന്ന് അതിന് മറുപടി കൊടുത്തു. എന്തോ വയ്യാതിരിക്കുമായിരുന്നു, പറഞ്ഞതുപോലെ
പെട്ടെന്ന് പിന്നെ ഉണ്ടാക്കി കൊടുത്തൊന്നുമില്ല. സാധാരണ ഞാൻ ഒന്നും മിണ്ടുന്നതല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. ഇന്നലെ തുറന്നു പറഞ്ഞു. പിന്നെ മാം പറഞ്ഞു ഹോട്ടലിലെ കാര്യമൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മള് എല്ലാവരും അത് എക്സ്പ്രസ് ചെയ്യാൻ മടിക്കും. ഞാനും ഈ പറഞ്ഞതുപോലെ കണ്ടാലും വളരെ സീക്രട്ട് ആയിട്ട് അവരോട് പറയും. കാരണം ഈ ഹെൽത്തിൽ നിന്നും ഒക്കെ എപ്പോഴും ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പൊ അവര് ചിലപ്പോ നെഗ്ലക്ട് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ പോലും ഒക്കെ അപ്പടി വൃത്തികേടായിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ തുറന്ന് പറയാറുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഓഫീസിലൊക്കെയാണ് കൂടുതലും നമ്മള് മറച്ചു വെക്കുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ഓർത്ത് നമ്മൾ പലതും സപ്രസ് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യും. അപ്പം തുറന്നു പറയുമ്പോഴത്തേക്കും അവര് ചോദിക്കും, എന്നാ നിങ്ങളുടെ നാക്ക് കരുനാക്കാണെന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കും. എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ. കേൾക്കാൻ വയ്യായിരുന്നോ മാം? ഹലോ. ഇടയിൽ പോയിരുന്നു, കുഴപ്പമില്ല. ഞാൻ അതിന്റെ ഇത് നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി 2 സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാം. ഇപ്പൊ ഒന്ന് അടുക്കളയത്തെ കാര്യം പറഞ്ഞു, ഒന്ന് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ മാം ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു ഞാൻ അവിടെ സീക്രട്ട് ആയിട്ട് ചിലപ്പോൾ അവിടെ പറയുന്നത് ശരിയല്ലെങ്കിൽ എനിക്കത്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വരുന്നു. പക്ഷെ അതിന് മുന്നേ പറഞ്ഞ കാര്യം, ഇപ്പൊ കറി വറുക്കാൻ പാടില്ലായിരുന്നു എന്ന് മകള് ചോദിച്ചപ്പോ ശീല മാം പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക്, എനിക്കിത് 2 കറിയൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ കൂടെ കൂടി അത് പറഞ്ഞെങ്കിലും അതിന്റെ കൂടെ ശീല ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോ this is what I thought, better communication. Today I'm not feeling well. അതുകൊണ്ടാണ് ഒരു കറിയിൽ ഒതുക്കിയത്. ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചും മുമ്പ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞത് കേൾക്കുന്ന മകൾ എന്തായിരിക്കും, ഓ നീ പറയണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് അത് അവർ സപ്രസ് ചെയ്യും. പക്ഷെ ശീലമായി ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എനിക്ക് കുറച്ച് ബോഡി ഫീൽ വെല്ലല്ലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചെയ്യാതിരുന്നത്. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കും, നമുക്ക് നോക്കാം. സി ദർ ഇസ് എൻ ഓപ്പൺ സ്പേസ്. എനിക്കിത് 2 നേരം 2 കറി ഒന്നും ഉണ്ടാക്കാൻ, എനിക്ക് 2 നേരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വി ആർ ക്ലോസിങ് ദാറ്റ് കോൺവെർസേഷൻ. അപ്പൊ ഇത് രണ്ടും, പക്ഷെ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉള്ള സീക്രട്ട് ആയിട്ട് ഞാൻ പറയും, സി അവിടെ സീക്രട്ട് ആയിട്ട് പറയുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ്. അപ്പൊ അവര് പറയും ഓക്കെ മാം ഞങ്ങൾ ശ്രദ്ധിക്കാം, അവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ടോക്കിൽ പോലും ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പറയാനുള്ള കാരണം പോലും, ഇപ്പൊ നമ്മുടെ സമയം 6:33 ആണെങ്കിൽ പോലും ഇതൊന്ന് കൂട്ടിച്ചേർക്കേണ്ടത് എനിക്ക് തോന്നി. ഐ എം നോട്ട് ഫൈൻ, വൈ എക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്രസ് ദ ട്രൂ ഫീലിംഗ്. എന്താണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ടുഡേ ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. ഇന്ന് ഹെക്ടിക് ആയിരുന്നു, കോളേജിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ല ഹെക്ടിക് ആയിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് ബോഡി അത്ര ഓക്കെ എല്ലാം തോന്നിയതുകൊണ്ട് ആണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതും കൂടി ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ ചിലപ്പോൾ മോൾ ഞാനിപ്പോ ഹെൽപ്പ് ചെയ്യാം, അതൊന്നിപ്പോ അല്ലെങ്കിൽ ഇന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന് പറയും. അവിടെ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഫൈൻ എന്ന് പറഞ്ഞ് നമ്മൾ എക്നോളജ് ചെയ്യുമ്പോൾ നമ്മളത് അവയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മളത് ഞാൻ അവിടെ സീക്രട്ട് പോസ് കൊടുക്കുക. അങ്ങനെ പറഞ്ഞു, മകൾ അങ്ങനെ പറഞ്ഞു, സീക്രട്ട് പോസ്. നമുക്കിപ്പോ പറ്റാത്തതും എനിക്കും ചിലപ്പോ പറ്റാത്തതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറ്റാത്തൊരു കാര്യമാണ് സീക്രട്ട് പോസ്. എന്തിന്, ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ പോസ് കൊടുക്കുന്നിടത്ത് നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റും. ടുഡേ ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ, അതുകൊണ്ടാണ് ഇതിൽ ഒതുക്കിയത്. നമുക്ക് അടുത്ത പ്രാവശ്യം ബെറ്റർ ചെയ്യാം. അപ്പൊ ഓക്കെ ഒന്നും പറയുന്നില്ല എന്ന് പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ സ്റ്റോപ്പ് സെയിങ് ഐ ആം നോട്ട് ഫൈൻ. ഇപ്പൊ 2 എക്സാമ്പിൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. അത് മാത്രം മതി ഐ എം നോട്ട് ഫൈൻ എന്ന് പറയേണ്ടടുത്ത് പറയണം എന്ന് മനസ്സിലാക്കി. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ഷെയറിംഗ്. മണിസാർ കഴിഞ്ഞ ദിവസം ടൂറിലായിരുന്നു, എന്നാലും മണിസാർക്ക് വീഡിയോ കോൾ 5 മിനിറ്റിന് വരായിരുന്നു. ബിക്കോസ് ഐ വാസ് നോട്ട് ഫൈൻ, ദാറ്റ്സ് എ മാറ്റർ. കാരണം കുറച്ചു പേരെ രാവിലെ കാണുമ്പോൾ സന്തോഷം. താങ്ക് യു. ആരതി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് മാം. ഞാൻ രാവിലെ ഇപ്പൊ സ്കൂൾ അടപ്പാ, അപ്പൊ ഞാനിപ്പോ കുറച്ച് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി അതിന്റെ ലഹരിയില്ല, അതാ പലപ്പോഴും വീഡിയോ ഓൺ ചെയ്യാത്തെ. പിന്നെ മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്റെ ഒരു സ്വഭാവമായിരുന്നു കണ്ടത് ഞാൻ വിളിച്ച് പറയുക, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അതെനിക്ക്
പലപ്പോഴും എനിക്ക് പലരും അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ മര്യാദയ്ക്ക് ഇരുന്നൂടെ, നിങ്ങൾക്ക് മാത്രം എന്താ എല്ലാം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ എന്റെ സ്വഭാവം ഇങ്ങനെ അടക്കി അടക്കി കൊണ്ടുവരുമായിരുന്നു. കാരണം സ്കൂളിലായാലും എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയും എനിക്കത് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ എന്നോട് പറയും ടീച്ചർ മാത്രം എന്തിനാ എല്ലാത്തിനും എന്നെ നെഗറ്റീവ് പറയുന്നത്. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാ ഞാൻ പറയുന്നത് തെറ്റല്ല, എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി. ഇനിയും ഇതുപോലെ വന്നാൽ ഞാൻ അതുപോലെ തന്നെ പറയാം. ഓക്കെ, താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ അവൻ പറഞ്ഞൊരു കാര്യം, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നിടത്താണ് ഇതെല്ലാം ബെറ്റർ ആയിട്ട് മാറുന്നത്. നമ്മളത് നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഐ എം നോട്ട് ഫൈൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. ബട്ട് സി ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്താണ് അവിടെ ഏറ്റവും അതിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം ഇതെനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തതാണ്. പക്ഷെ അത് പറയുമ്പോൾ എന്താ അറിയോ, അത് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം, അല്ലാത്തത് നമ്മളത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. മുസ്തഫ സാർ എന്തോന്ന് പറഞ്ഞു അതും കൂടി നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് തിരികെ. മുസ്തഫ സാർ പ്ലീസ്. മാജിക് മോർണിംഗ്, നല്ലൊരു മാജിക് മോർണിംഗ്. ടോപ്പിക്കാണെന്ന്. സാധാരണ നമ്മള് ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഫൈൻ എന്ന് പറയുമ്പോൾ പക്ഷെ അത് ഭയം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു സാധാരണ. പക്ഷെ ഇന്നത്തെ ക്ലാസ് കറക്റ്റ്, കാരണം അത് അവരെ തിരുത്താൻ കൂടി നമുക്ക് പറ്റും. കാരണം മാഡം പറഞ്ഞല്ലോ ഹോട്ടലിൽ നമ്മളെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ അവരെന്ത് ചെയ്യും, തിരുത്തൂല. കാരണം വീണ്ടും അതിങ്ങനെ കുഴപ്പമില്ല എന്ന് മനസ്സിലായിട്ട് അത് നമ്മളത് പറഞ്ഞുകൊണ്ട് എന്തായി അടുത്ത കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് നല്ല ക്ലിയർ ആക്കി എടുക്കുക. നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. ഇത് പറയേണ്ടടുത്ത് പറയാൻ തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. മാജിക് മോർണിംഗ്. നല്ലൊരു ഓക്കെ, മുസ്തഫ സർ പറഞ്ഞോളൂ. ഞാൻ പറയേണ്ടടുത്ത് പറയുക, പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ട് പറയുക. ദാറ്റ്സ് ദ പോയിന്റ് മുസ്തഫ സാർ ആഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹൈസ്കൂൾ ആരോ സംസാരിച്ചല്ലോ. മാം, ഞാൻ ഷെമീനാണ് എന്റെ പേര് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പുതിയ മെമ്പറായിട്ട് വന്നതാണ്. ഓക്കെ മാമിന്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയി എനിക്ക്. കാരണം ഇന്നലെ രാത്രി ഫുൾ എനിക്കൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്റെ കൈ ഫ്രാക്ചർ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം വീട്ടില് മക്കളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സെർവന്റ് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഒരുപാട് ആളെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ ടൈമിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ ഒരാളെ കിട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് മോളെ കുട്ടീനെ കൊണ്ടുവരണം. അപ്പൊ അത് എനിക്ക് അതിലും വലിയ കൺഫ്യൂഷനായി. ആളെനിക്ക് ആവശ്യമുണ്ട്. ഈ മോളെ കുട്ടീനെ കൊണ്ടുവരുമ്പോ, കാരണം കാലാവസ്ഥ ഭയങ്കര ചൂടാണല്ലോ, അപ്പൊ ആ കുട്ടീനെ കൊണ്ടുവരുമ്പോ ആ കുട്ടി ഓടി ഓടി നടക്കുമ്പോഴും അതും നമുക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് മാറുമല്ലോ. അപ്പൊ ഇനിയിപ്പൊ അവരോട് തുറന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാന്നില്ല ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട്. മറ്റേ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ഇപ്പൊ ആ കുട്ടീനെ കൊണ്ട് വരണ്ടെന്ന് പറയാൻ. ചെറിയ മോളുമാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, അങ്ങാണ്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അതിലൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാന്നുള്ളിടത്ത് എത്തി. ഭയങ്കര ഒരു തിരിച്ചറിവ് കിട്ടിയില്ല ഇന്നത്തെ ക്ലാസ് കൊണ്ട്. നമ്മൾ പറയുമ്പോ അവരെന്ത് വിചാരിക്കും, അതെ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കാം. ഞാനത് പറയാനുള്ള കാരണം അതും കൂടി അവരോട് പറയാം. അതായത് നിങ്ങൾ അങ്ങനെ ഞാനത് പറയാനുള്ള കാരണം ഇതാണ് സിറ്റുവേഷൻ, അത് നിങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യും. എനിക്ക് ഇങ്ങനെ തോന്നിയോണ്ട് ഞാനത് പറഞ്ഞു മാത്രം. അങ്ങനെ പറയുമ്പോ കമ്മ്യൂണിക്കേഷൻ ആണ്, നമ്മൾ അവയർനെസ്സിലേക്ക് എത്തി. ഇനി അടുത്ത ഞാൻ പോയിന്റ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. വളരെ ചെറിയൊരു സെന്റൻസ് ആണെന്ന് തോന്നുന്ന കാര്യമാണ്. നോക്കി എന്തെല്ലാം നമ്മളൊന്ന് ഡിസ്കഷനിലേക്ക് വന്നു. സോ ഐ ആം ഫൈൻ എന്ന് പറയുന്നത് ചെറിയ വാക്കല്ല. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഫൈൻ, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് വിട്ടു പോകുന്ന കാര്യം അതൊക്കെയാണ്. ഓക്കെ, എനിവേ ആരതി പ്ലീസ്. ആരതി പോയോ? ഇല്ല മാം, ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ചെയ്യാം. അപ്പൊ ഇന്ന് ഐ ആം ഓക്കെ എന്ന ടോപ്പിക്കിൽ നമുക്ക് സെഷൻ എടുക്കുന്ന പ്രവീണ മാമിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാമിന്റെ ക്ലാസ്സിൽ ഒരു 15 മിനിറ്റ് എക്സ്ട്രാ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു.